വിശദമായ വാർത്തകളിലേക്കാണ്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കം. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ സീറോ ടിക്കറ്റ് നൽകി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൗജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള ഔദാര്യമല്ല, അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രിയും വനിതാ മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്തു. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇവിടെ ഈ വേദിയിൽ നിർവഹിക്കുന്നു. ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞാനിതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിവരങ്ങളുമായി അപർണ KS ചേരുന്നുണ്ട്. അപർണ, എന്തായാലും സംസ്ഥാന സർക്കാർ വാക്ക് പാലിച്ചിരിക്കുന്നു. സ്വപ്ന പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്തായാലും സ്ത്രീകളൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയായിരിക്കും. 2 കൈയും നീട്ടിയാണ് ഈ ഒരു പദ്ധതിയെ സ്വീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതികരണങ്ങളൊക്കെ? അരുണിമ പറഞ്ഞതുപോലെ തന്നെ UDF സർക്കാർ അവർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വേളകളിൽ UDF ഉയർത്തിയ വളരെ വലിയൊരു വാഗ്ദാനം തന്നെയായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്ര അനുവദിക്കും എന്ന് അവർ പറഞ്ഞിരുന്നു. അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം തന്നെ UDF പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിരിക്കുന്നത്. ആ വാക്കാണ് ഇപ്പോൾ UDF സർക്കാർ പാലിച്ചിരിക്കുന്നത്. UDF സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതി എന്ന് തന്നെ നമുക്ക് ഈ പ്രിയദർശിനി സ്ത്രീകൾക്കായിട്ടുള്ള ഈ സൗജന്യ യാത്രാ പദ്ധതിയെ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിലാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നത്. ഇത് ഒരിക്കലും സ്ത്രീകളോടുള്ള ഒരു ഔദാര്യമല്ല, അവർക്കായിട്ടുള്ള ഒരു ആദരവ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഈ ഉദ്ഘാടന വേളയിലെല്ലാം തന്നെ പറഞ്ഞത്. കൃത്യം 9 മണിയോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ തമ്പാനൂരിൽ വെച്ച് ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയത്. സ്ത്രീകൾക്ക് സീറോ ടിക്കറ്റ് നൽകിയാണ് ഈ പദ്ധതി മുന്നോട്ട് പോവുക. മുഖ്യമന്ത്രി ആണ് ഇന്ന് സീറോ ടിക്കറ്റ് നൽകി യാത്ര ആരംഭിച്ചത്. തമ്പാനൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര സെക്രട്ടേറിയറ്റ് വരെ ഈ യാത്രയിൽ മുഖ്യമന്ത്രി പങ്കാളിയായിരുന്നു. തുടർന്ന് ആ ബസ് പൂന്തുറയിലേക്കാണ് ഇത്തരത്തിൽ യാത്ര നടത്തുന്നത്. കൂടാതെ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു പദ്ധതി തന്നെയാണ് ഈ പ്രിയദർശിനി സ്ത്രീകൾക്കായിട്ടുള്ള സൗജന്യ യാത്ര എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ ഒരു മാനദണ്ഡങ്ങളും ഇല്ല. എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഇത്തരത്തിൽ സൗജന്യ യാത്ര ഉറപ്പാക്കും. ആദ്യവേളയിലെല്ലാം തന്നെ UDF സർക്കാർ പറഞ്ഞിരുന്നത് എല്ലാ ബസ്സുകളിലും ഇത്തരത്തിൽ സൗജന്യ യാത്ര നടപ്പിലാക്കും എന്നാണ്. എന്നാൽ KSRTCയുടെ ചെറിയ പരിമിതികൾ കാരണം അത് ഓർഡിനറി ബസ്സുകളിലേക്ക് ആദ്യഘട്ടം എന്ന നിലയിലേക്ക് നടത്തും. ഇത് വിജയകരമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാ ബസ്സുകളിലും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് UDF സർക്കാർ ഈ പദ്ധതിയെ മുന്നോട്ട് വെക്കുകയും ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. എന്നാൽ LDFിലെ MLAമാർ അടക്കമുള്ളവർ ഈ പദ്ധതി ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. UDF തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞു, അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടു എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇവർ ഇതിനെതിരെ പറയുന്നത്. LDF MLAമാർ അടക്കം ഇതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഈ പറയുന്നത്.
എന്തായാലും UDF-നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു പദ്ധതി തന്നെയാണ് പ്രിയദർശിനി സ്ത്രീകൾക്കായിട്ടുള്ള ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഈ ബസ്സുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കറുകൾ പതിപ്പിച്ച ഓർഡിനറി ബസ്സുകളിലായിരിക്കും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുക. മറ്റു ബസ്സുകളിൽ ഈ സൗകര്യം ഉണ്ടാകുന്നതല്ല. അതിനായിട്ടാണ് ഇത്തരത്തിൽ സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അരുണിമ. ശരി, വ്യക്തമാണ്. എന്നാലും KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ 0 ടിക്കറ്റൊക്കെ നൽകിയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപർണ, എന്തായാലും ഇപ്പോൾ സൗജന്യ യാത്ര തുടങ്ങുന്നതോടെ സ്ത്രീ യാത്രക്കാർക്ക് ചില സംശയങ്ങളൊക്കെ കാണും. എന്തായാലും ചില നിബന്ധനകളൊക്കെ KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ 0 ടിക്കറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഏത് സ്ഥലത്താണ് ഇറങ്ങുന്നതെന്ന് കണ്ടക്ടറെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ ചില നിബന്ധനകളൊക്കെ KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്? അരുണിമ, KSRTCയിൽ നിന്ന് സൗജന്യ യാത്ര എന്നിരുന്നാൽ കൂടി സ്ത്രീകൾ 0 ടിക്കറ്റ് എടുക്കണം. അവർ ഏത് സ്റ്റോപ്പിൽ നിന്ന് കയറുന്നു, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു എന്ന തരത്തിൽ കണ്ടക്ടറെ വ്യക്തമായി അറിയിക്കണം. കൂടാതെ തന്നെ സ്ത്രീകളുടെ ഒപ്പമുള്ള പുരുഷന്മാർ ടിക്കറ്റ് നിർബന്ധമായും എടുത്തിരിക്കണം. ഏതെങ്കിലും പുരുഷന്മാർ കൂടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ കണ്ടക്ടറോട് വ്യക്തമാക്കണം. കൂടാതെ 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് എടുക്കണം. 55 കിലോ വരെയുള്ള ഭാരമുള്ള സാധന സാമഗ്രികൾക്ക് സൗജന്യം ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് മുകളിലോട്ടുള്ള സാധനങ്ങൾ കൈവശമുണ്ടെങ്കിൽ അതിന് ടിക്കറ്റ് പ്രത്യേകം എടുക്കാൻ തുടങ്ങിയ നിബന്ധനകൾ KSRTC വെക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലെല്ലാം തന്നെ ലഭ്യമാണ്. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇതിന് നൽകിയിട്ടുള്ളത് എന്ന് സംബന്ധിച്ചുള്ള ഇതെല്ലാം തന്നെ KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അരുണിമ. പറഞ്ഞാൽ ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സിലാണ് എന്നിപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ആദ്യഘട്ടത്തെ ഉദ്ഘാടനമൊക്കെ കഴിയുമ്പോൾ ഇനി ഇത് മറ്റ് ബസ്സുകളിലേക്ക്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലേക്കൊക്കെ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? ആദ്യഘട്ടത്തിൽ UDF മുന്നോട്ട് വെച്ച ഒരു പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി എല്ലാ ബസ്സുകളിലും യാത്ര ചെയ്യാം. അതിന് യാതൊരുവിധ നിബന്ധനകളുമില്ല, പരിമിതികളുമില്ല. അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും സൗജന്യ യാത്ര നടത്താമെന്ന തരത്തിലായിരുന്നു ഈ പദ്ധതി ആദ്യം പ്രഖ്യാപിക്കുകയുണ്ടായത്. എന്നാൽ KSRTCയുടെ നഷ്ടം കണക്കിലെടുത്ത് അല്ലെങ്കിൽ ചില പരിമിതികൾ കണക്കിലെടുത്ത് ഇതിപ്പോൾ ഓർഡിനറി ബസ്സുകളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത് ആദ്യഘട്ടം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രം ഇത് നടപ്പിലാക്കുന്നത്. അതായത് KSRTCക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ എല്ലാ മാസവും ആദ്യം തന്നെ ഒരു 70 കോടി രൂപ KSRTCക്ക് അങ്ങോട്ട് നൽകുന്നുണ്ട് സർക്കാർ. അത് ഈ KSRTCക്ക് നഷ്ടമുണ്ടാകാതിരിക്കാനായിട്ടാണ്. അത് ഈ ഒരു മാസത്തെ പൈസ 70 കോടി രൂപ നൽകി KSRTCക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഈ യാത്ര വിജയകരമായി തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ KSRTCക്ക് ഈ എല്ലാ ബസ്സുകളിലും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കാൻ സാധിക്കുമെങ്കിൽ ആ പദ്ധതി പൂർണ്ണമായും അങ്ങനെ തന്നെ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പിലാക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ സഫലമാകും എന്നൊരു പ്രതീക്ഷയും ഇന്ന് മുഖ്യമന്ത്രി പങ്കുവെക്കുന്നുണ്ട് അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ 0 ടിക്കറ്റ് നൽകിയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഈ ഒരു പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്തായാലും സൗജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള ഔദാര്യമൊന്നുമല്ല, അവകാശമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇതേ തുടർന്ന് തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രിയും മറ്റ് വനിതാ മന്ത്രിമാരുമൊക്കെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ട്രാൻസ്ജെൻഡേഴ്സിനും ഈ സ്ത്രീകൾക്കുമൊക്കെ ഇനി മുതൽ ഓർഡിനറി ബസ്സുകളിലൊക്കെ സൗജന്യമായി യാത്ര ചെയ്യാം. 0 ടിക്കറ്റ് എടുത്ത് വേണം യാത്ര ചെയ്യാൻ. പ്രിയദർശിനി എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ബസ്സുകൾ വേണം യാത്ര ചെയ്യാൻ. അതിലായിരിക്കും സൗജന്യ യാത്ര ലഭിക്കുകയുള്ളൂ, മറ്റു ബസ്സുകൾ ലഭിക്കില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ സംസ്ഥാന സർക്കാർ നീങ്ങുന്നുണ്ട്. എന്തായാലും കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും വലിയ ആവേശത്തിലാണ്. ഒരു പുതിയ യാത്രയ്ക്കാണ് തുടക്കമായിരിക്കുന്നത്. വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS ആണ്.